ഹലോ, ഇന്നത്തെ ഡേ എനിക്കൊരു സ്പെഷ്യൽ ആയിട്ടുള്ളൊരു ദിവസമാണ്. കാരണം 3 വർഷത്തിന്റെ ആഗ്രഹം ഇന്ന് സാധിക്കാൻ പോവാണ്. ഇന്നത്തെ ദിവസം ഞാൻ വളരെ എക്സൈറ്റഡ് ആയിരുന്നു. രണ്ടച്ഛന്മാരും അമ്മയും ഞാനും ചേട്ടനും ഇളയശനിയും പോകുന്നത് ആ കാര്യം സാധിക്കാനാണ്. ഈ സ്ഥലം ചെറുതായിട്ട് കാണുമ്പോൾ തന്നെ മനസ്സിലാവില്ലേ ഞങ്ങൾ എങ്ങോട്ടായി പോകുന്നതെന്ന്. അതെ, ഞങ്ങൾ ഇന്ന് കൊച്ചിൻ എയർപോർട്ടിലേക്കാണ് കേട്ടോ പോയത്. ഞാൻ ഇന്ന് എന്റെ ലൈഫിൽ ആദ്യമായിട്ട് ഫ്ലൈറ്റിൽ കയറാൻ പോവാണ്. ഫസ്റ്റ് ഫ്ലൈറ്റ് എക്സ്പീരിയൻസ് എല്ലാവർക്കും മറക്കാനാവാത്ത ഒരു കാര്യമായിരിക്കില്ലേ. എന്റെ ലൈഫിലാണെങ്കിൽ ഇത് ഞാൻ ഒട്ടും മറക്കില്ല. കാരണം അത്രയധികം കാര്യങ്ങൾ അന്ന് സംഭവിച്ചിട്ടുണ്ടായിരുന്നു. വീട്ടിൽ നിന്ന് ലഗേജ് എല്ലാം സെറ്റ് ആക്കിയാണ് ഇറങ്ങിയെങ്കിലും ഇവിടെ വന്ന് പുറത്തുനിന്ന് നോക്കിയപ്പോൾ 4 കിലോ എക്സ്ട്രാ ഉണ്ടായിരുന്നു. ആ 4 കിലോ കുറയ്ക്കാൻ പെട്ട പാട് ഞങ്ങൾക്കേ അറിയുള്ളൂ. അത് കഴിഞ്ഞ ഒരു ടെൻഷൻ അടിച്ച് ധൃതിയിലാണ് അകത്തേക്ക് കയറിയത്. നല്ല ക്യൂ ഉണ്ടായിരുന്നു ചെക്ക് ഇൻ ചെയ്യാനായിട്ട്. ലഗേജിന്റെ പ്രശ്നം വന്നപ്പോൾ തന്നെ വീട്ടുകാരും ആകെ ടെൻഷനായി. അകത്തെ കാര്യങ്ങളും എങ്ങനെയൊക്കെ നടക്കും ഓർത്തിട്ട്. പക്ഷെ അതൊക്കെ നല്ല സ്മൂത്ത് ആയിട്ട് നടന്നു കേട്ടോ. അങ്ങനെ ഇമിഗ്രേഷനും 1 മണിക്കൂറത്തെ വെയിറ്റിംഗ് കഴിഞ്ഞതിന് ശേഷം ഞാൻ ആദ്യമായിട്ട് ഫ്ലൈറ്റിലേക്ക് കയറാൻ പോവാണ്. അത് വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. ഇൻഡിഗോ ഫ്ലൈറ്റിലാണോ ഞാൻ ട്രാവൽ ചെയ്തത്. രാത്രി 10 മണിക്കായിരുന്നു ടേക്ക് ഓഫ്. കറക്റ്റ് ആയിരുന്നു കേട്ടോ ടൈമിംഗ് എല്ലാം. ലഗേജിന്റെ കാര്യത്തിൽ കുറച്ച് ടെൻഷൻ അടിച്ചെങ്കിലും ഫ്ലൈറ്റിൽ കയറാൻ ഒരു പേടി ഉണ്ടായിരുന്നില്ല. എനിക്ക് ആകെ ഉണ്ടായിരുന്നത് എക്സൈറ്റ്മെന്റ് ആയിരുന്നു, എങ്ങനെയായിരിക്കും ഓർത്തിട്ട്. അങ്ങനെ ഞാൻ കേരളത്തിനോട് യാത്ര പറഞ്ഞ് എത്തിച്ചേർന്നത് കുവൈറ്റിലാണ് കേട്ടോ. ആ ലൈറ്റിന്റെ ഡിഫറൻസ് കണ്ടോ. കൊച്ചിയിലാണെങ്കിൽ ഒട്ടും ലൈറ്റ് ഉണ്ടായിരുന്നില്ല. ഇവിടെ എത്തിയപ്പോഴാണെങ്കിൽ ഫുള്ള് ഓൺ ലൈറ്റ് ആയിരുന്നു. അങ്ങനെ നമ്മൾ കുവൈറ്റിൽ വന്നിറങ്ങി ഇമിഗ്രേഷന് പോവാണ് കേട്ടോ. ഇമിഗ്രേഷന് പോകുമ്പോഴാണ് അടുത്ത പണി കിട്ടുന്നത് എനിക്ക്. ഇമിഗ്രേഷൻ കഴിയാൻ കുറച്ച് ലൈറ്റ് ആയതുകൊണ്ട് തന്നെ ലഗേജ് എടുക്കാനുള്ള ടൈമിംഗ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ ചെന്നപ്പോഴേക്കും ലഗേജ് ഒരു സ്ഥലത്തേക്ക് മാറ്റി വെച്ചിരിക്കുകയായിരുന്നു. എന്റെ ഒരു ലഗേജ് അവിടെ നിന്ന് മിസ്സായി പോയിട്ടുണ്ടായിരുന്നു. ലഗേജ് മിസ്സായതിന്റെ കംപ്ലൈന്റ് ഒക്കെ രജിസ്റ്റർ ചെയ്ത് നല്ലോണം നേരെ എടുത്തിട്ടാണ് ഞാൻ പുറത്തേക്ക് ഇറങ്ങുന്നത്. കുവൈറ്റ് എയർപോർട്ട് ഫുള്ള് ഞാൻ കണ്ടു കഴിഞ്ഞിരുന്നു. ഇതാണ് കേട്ടോ ഞങ്ങളുടെ അളിയൻ. ഇന്ന് ഞാൻ കാരണം നല്ലോണം ബുദ്ധിമുട്ടിയിട്ടുണ്ടായിരുന്നു. ലേറ്റ് ആയതുകൊണ്ട് തന്നെ ഉറക്കവും പോയി. പക്ഷെ നമ്മളെ റൂമിൽ എത്തിയപ്പോഴേക്കും അവർ വിളിച്ച് ലഗേജ് കിട്ടിയെന്ന് പറഞ്ഞപ്പോഴാണ് ആശ്വാസമായത്.